بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ 43 ആയത്തുകളാണ് നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 44 മുതലുള്ളത് തുടങ്ങുകയാണ്. ഖുർആനിൻ്റെ പരിഭാഷയിൽ 168 പേജ് കണ്ടില്ല എല്ലാവരും? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഇത്ര ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇതിൻ്റെ അർത്ഥ വിശദീകരണം കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ജൂതന്മാരുടെ ഏറ്റവും ഒരു വൃത്തികെട്ട സ്വഭാവം, ഇന്നും ആളുകൾ സത്യത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റാൻ വേണ്ടി ചെയ്യുന്നൊരു വൃത്തികെട്ടൊരു പണിയാണ് സത്യവും അസത്യവും കൂട്ടിച്ചേർക്കുക. ഇതാരുടെ സ്വഭാവമാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? ആരുടെ സ്വഭാവ? ജൂതൻ്റെ സ്വഭാവമാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുക. എന്തിനാണത് പിന്നീട് ചെയ്യുന്നത്? സത്യത്തെ മൂടി വെക്കും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ആളുകൾക്ക് സത്യമാണ് എപ്പോഴും കിട്ടേണ്ടത്, പക്ഷെ ആ സത്യം കൊടുക്കൂല. ആളുകളെ ഇൽത്തിബാസിലായി കളയും. അഥവാ അവർക്ക് സാധാരണ ജനങ്ങളെ കാര്യം പഠിപ്പിക്കുന്നതിന് പകരം സത്യാസത്യയിൽ ഒരു മറ വെച്ച് മൂടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കലർത്തിയിട്ട് അസത്യത്തെ ജനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സ്വഭാവമാണ് ജൂതൻ്റെ സ്വഭാവം. അത് ഇന്നും ഏത് സമൂഹത്തിലും അത് കാണാനും കഴിയും. അല്ലാഹ് പറയുന്നു, അത് നിങ്ങൾ ആകരുത്, അങ്ങനെ ചെയ്യരുത്, അറിഞ്ഞുകൊണ്ടൊരിക്കലും ഈ പണിക്ക് നിങ്ങൾ നിൽക്കരുത്. അതോടൊപ്പം വാഖീമുസ്സലാത്ത വആത്തുസ് സകാത്ത്, നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം, സകാത്ത് നിലനിർത്തണം, നിസ്കാരം നിലനിർത്തണം, സകാത്ത് നൽകണം. റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങളും റുക്കൂ ചെയ്യണം. അത് ഇൻഷാ അല്ലാഹ് ആ നമസ്കാരത്തിൻ്റെ ഒരു ആയത്ത് ഇന്നത്തെ ഭാഗത്തും വരുന്നത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത്ര കൂടുതൽ വിശദീകരിക്കാത്തത്. ഇനി ഇന്നത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവർക്ക് വേണ്ടിയാണ് അതിൻ്റെ അവസാനം ഞാൻ കൽപ്പിച്ചത്. ഇന്ന് അല്ലാഹ് ചോദിക്കുകയാണ് നമ്മളോട്, അത്തഅ്മുറൂനന്നാസ ബിൽ ബിർരി നോതരുത്. എന്താ ഓതേണ്ടത്? ബിർരി അല്ലേ? റാഇന് കസറാണ്, അതുകൊണ്ട് രാ എന്ന ഉച്ചാരണം, അതാണ് ബിൽ ബിർരി. അത്തഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അല്ല വതൻസൗന. സുക്കൂനുള്ള നൂനാണത്, ശേഷം വന്ന അക്ഷരം സീനാണ്. അതുകൊണ്ട് നൂനിനെ മറച്ച് മണിക്കണം. ഇഖ്ഫ എന്ന അതിൻ്റെ പേര്.
വതാസൗന അൻഫുസക്കും. പിന്നെയും വഅൻതും, 3 സ്ഥലത്താണ് ഇത് വന്നത്. വതാസൗന അൻഫുസക്കും വഅൻതും, അല്ലേ? വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അല്ലാഹ് ചോദിക്കുക, അതഅ്മുറൂനന്നാസ, ജൂതനോടാ അല്ലാഹ് ചോദിക്കുന്നത്. അതഅ്മുറൂനന്നാസ, നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ? എന്തിനെ കൊണ്ട്? ബിൽ ബിർരി, നന്മയെ. ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുക. വതൻസൗന അൻഫുസക്കും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളത് മറക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് മറക്കുന്നു. നിങ്ങൾ എന്താ മറക്കുന്നത്? ജനങ്ങളോട് പറയുന്ന നന്മ. വഅൻതും, മനസ്സിലാവണം, വഅൻതും, നിങ്ങളാകട്ടെ തത്ലൂനൽ കിതാബ്, വേദഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുന്നു, വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ല എന്ന് ജൂതനോടല്ല ചോദിക്കുക. ചോദ്യം ജൂതനോടാണെങ്കിലും നമ്മളോടൊക്കെ ഈ ചോദ്യമുണ്ട്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉള്ളതുപോലെ. എന്താ അല്ല ചോദിച്ചത്? എല്ലാവരും ഒന്ന് പറഞ്ഞാനേ. നിങ്ങൾ ജനങ്ങളോട് എന്ത് കൽപ്പിക്കണോ? നന്മ. കൽപ്പിക്കുന്ന നിങ്ങളാകട്ടെ നിങ്ങൾ മറക്കണം, അല്ലേ? ഇസ്ലാമിക ദേവത്വമൊക്കെ നടത്താൻ വേണ്ടി പോകും ആൾക്കാർ. നടത്താൻ വേണ്ടി പോകുമ്പോൾ ഇസ്ലാമിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കും, നിങ്ങളീ പറഞ്ഞതുപോലെ, നിങ്ങളീ പറഞ്ഞത് ഇസ്ലാം ഇപ്പം ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാനുണ്ട് എന്ന് പറയും. ധൈര്യം ഉണ്ടോ അവർക്കെങ്കിലും? ഇല്ല. നിങ്ങളിതാ 10 കൊല്ലം മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ പണ്ഡിതനെ നോക്കും, അയാൾ ഇതുപോലെയാണെന്ന് പറയേണ്ടി വരും. ഇതല്ല ചോദിക്കുന്നത്. ആളുകളോട് നിങ്ങളൊക്കെ നന്മയാണ് പറയുന്നത്. മദീനയിൽ ഞാൻ പറഞ്ഞല്ലോ, ഫലസ്തീനിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറിപ്പാർത്ത ജൂതന്മാർ തൗറാത്തിൽ ഇങ്ങനൊരു നബി വരാനുണ്ട്, ഇന്ന സ്ഥലത്താണ് വരുന്നത്, ഇന്ന സ്ഥലത്തേക്ക് വരും ഒക്കെ അറിഞ്ഞ ജൂതന്മാർ എന്തുകൊണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിശ്വസിക്കേണ്ട ആദ്യത്തെ ആളുകൾ ജൂതനാണ്. അത് അവർ ഈ കാര്യങ്ങളൊക്കെ അവരുടെ തൗറാത്തിൽ അവർ പഠിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവരാളുകളോട് ഈ സത്യാസത്യമൊക്കെ കൂട്ടിക്കലർത്തിയിട്ട് അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ തയ്യാറാകാതെ ആകെ വേറൊരു രീതിയാണ്, എപ്പോഴും ചതിയും വഞ്ചനയും കൂടി മാത്രം കൊണ്ട് നടക്കുന്ന ടീമാണ്. അതുകൊണ്ട് അല്ല ചോദിക്കുന്നത്, നിങ്ങൾ പല ഗുണങ്ങളും ആളുകളോടൊക്കെ പറയുന്നുണ്ട്. ജൂതൻ്റെ മറ്റൊരു മോശപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ടതാണ് നന്മ കൽപ്പിക്കുക, സ്വന്തം ജീവിതത്തിൽ അത് ഉണ്ടാകൂല. ഖുർആൻ സൂറത്ത് സൊഫിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന, മാഷാഅല്ലാഹ് കാണാതറിയല്ലേ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. അള്ളാഹ് നമ്മളെയാണ് വിളിക്കുന്നത് അവിടെ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലിമ തഖൂലൂൻ, നിങ്ങൾ എന്തിനാ പറഞ്ഞു നടക്കുന്നത്, മാ ലാ തഫ്അലു, നിങ്ങൾ ചെയ്യാത്തത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനു പറഞ്ഞു നടക്കുന്നു? മുസ്ലിമായി ജീവിക്കാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞു നടക്കണ്ട. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഈ ആയത്തുകളൊക്കെ ഇത് ഓനെ പറ്റിയ, ഇത് ഇവളെ പറ്റിയ, ഇത് അവരെ പറ്റിയെന്നല്ല, നമുക്ക് പറ്റിയാണ് ആദ്യമായിട്ട് അടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, അല്ലേ? ഇസ്ലാമിലേക്ക് വന്നോ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ മുസ്ലിം, അല്ല പറയാണ് ലിമ തഖൂലു, നീ എന്തിനാ പറയുന്നത് ഞാൻ മുസ്ലിമാന്ന്? മാലാ തഫ്അലു, നിനക്ക് മുസ്ലിമിൻ്റെ അമൽ ചെയ്യാൻ പറ്റൂലെങ്കിൽ നീ എന്ത് പറയണ്ട, മുസ്ലിമാന്ന് പറയണ്ട. നമ്മളൊക്കെ OBC ആനുകൂല്യം പറ്റും, ഇസ്ലാമിൻ്റെ എല്ലാ ആനുകൂല്യവും നമ്മൾ പറ്റും, മുസ്ലിമാന്നൊക്കെ നമുക്ക് പറയണം. പക്ഷേ സക്കാത്ത് എനിക്ക് കൊടുക്കാൻ പറ്റൂല, പലിശ പൈസ ഒഴിവാക്കാൻ മടി, കൈക്കൂലി വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമത്വമുണ്ട്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്, നിസ്കാരങ്ങൾ ശരിയല്ല, സ്വഭാവത്തിൽ പ്രശ്നമുണ്ട്, ഒക്കെ ഉണ്ട്. അല്ലാഹ് ചോദിക്കുന്നു, ലിമ തഖൂലൂൻ, നിങ്ങൾ എന്തിനു പറയുന്നു, മാ ലാ തഫ്അലൂ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്. നീ ഒരു മുസ്ലിമാണെന്ന് പറയുന്നു, ഒരു മുസ്ലിമിൻ്റെ ഒരടയാളോ നിൻ്റെ ശരീരത്തിലോ നിൻ്റെ കർമ്മത്തിലോ ഇല്ല. അറിയോ നിങ്ങൾക്ക്? കബുറ മഖ്തൻ ഇൻദല്ലാഹ്, പടച്ചോൻ്റെ അടുത്ത് ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? അൻ തഖൂലു മാ ലാ തഫ്അലൂ, നിങ്ങൾ ചെയ്യാത്തത് എന്ത് ചെയ്യുക, പറഞ്ഞു നടക്കുക. നമ്മളെല്ലാവരും ഇതാ ചെയ്യുന്നത്, ചെയ്യൂല, പറഞ്ഞു നടക്കുന്നുണ്ട്. ഇസ്ലാമാ ശരി നമുക്കറിയാം. ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും എന്ന് പറഞ്ഞേനെ? ഇസ്ലാമിനെന്തോ കുഴപ്പമുണ്ടോ? ഡൗട്ടുണ്ടോ? ഇസ്ലാം അനുസരിച്ചാലേ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? ഒന്ന് ഉത്തരം പറയാൻ.
ഇസ്ലാം മാത്രം അനുസരിച്ചാലേ സ്വർഗം കിട്ടും, ഉറപ്പാണല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? നരകം. അത് ഉറപ്പാണോ? പിന്നെ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമുക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തത്? നമ്മൾ സാധാരണ ഈ സാഹിത്യ ഭാഷയിലൊക്കെ പ്രസംഗിക്കാൻ നല്ലതാ. ഖുർആൻ്റെ അത്ഭുതം, മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതം, ആകാശത്തിൻ്റെ അത്ഭുതം, പർവ്വതത്തിൻ്റെ അത്ഭുതം, ഇതൊക്കെ കണ്ടിട്ട് എന്തേ കാഫിര്യങ്ങൾ ഇസ്ലാമിലേക്ക് വരാത്തത്? എന്തേ അള്ളാനെ മനസ്സിലാക്കാത്തത്? എന്തേ അവർക്ക് അള്ളാനെ ബോധ്യപ്പെടാത്തത്? എന്താ യുക്തിവാദികൾ ഇങ്ങനെയായി പോകുന്നത്? ഹൈന്ദവരോട് നമുക്ക് പ്രയാസം, ക്രൈസ്തവരോട് നമുക്ക് അനുകമ്പ ഒക്കെ ഉണ്ട്. ഈ അനുകമ്പൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പായ നമ്മളെ കാര്യം എന്താ? അല്ലേ? ഇതെല്ലാം ഒറിജിനലാണെന്നും ഇതൊക്കെ സംഭവിക്കുന്നു വിശ്വസിക്കുന്ന മുസ്ലിമായ ഞാൻ, എൻ്റെ അമലെന്താ? ഒരിക്കലും പടച്ചോൻ്റെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന നിലക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. വല്ലാഹി അതാണ് സത്യം, അല്ലേ? ഇന്ന് ഇശാ നിസ്കരിച്ച നിസ്കാരം പോലും നിസ്കരിച്ചവർ ഭൂരിഭാഗവും ഒരു യാന്ത്രികമായിട്ട് നിസ്കരിക്കുന്നു. എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഈ നിസ്കാരം കൊണ്ട് എനിക്ക് രക്ഷ കിട്ടും, ഈ നിസ്കാരം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും, ഈ നിസ്കാരം കൊണ്ട് എനിക്ക് നരകമോചനം കിട്ടും എന്ന ചിന്തയെ പറ്റുന്നില്ല, എന്ന ചിന്ത കഴിയുന്നില്ല. ആർക്കാ കഴിയാത്തത്? പടച്ചോൻ്റെ മുമ്പിൽ ഒറ്റക്കൊറ്റയ്ക്ക് വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുമെന്ന് ബോധ്യമുള്ള ആൾക്കാർക്ക്. അതാ അല്ലാഹ് പറയുന്നത്. എന്തിനാ നിങ്ങൾ ചെയ്യാൻ കഴിയാത്തത് പറഞ്ഞു നടക്കുന്നത്? പടച്ചവനടുത്ത് ഭയങ്കര തെറ്റാണ്. ഇതുപോലെ നന്മ ഉപദേശിക്കുമ്പോഴും ആളുകളോട് തിന്മ വിരോധിക്കുമ്പോഴും നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. എനിക്ക് ചെയ്യാൻ പറ്റാത്തതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറയണം. രണ്ട് ഭാഗമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് വരും. ദഅവത്ത് നടത്തുന്നവർ, ഇസ്ലാഹി സെൻറ്റർ നടത്തുന്നവർ, കമ്മിറ്റി കൂട്ടുന്നവർ, ദേവാപ്രവർത്തനത്തിൽ ഞാനതിൻ്റെ മുമ്പിലുണ്ടാകുമെന്ന് പറയുന്ന ആളുകൾ, അവരോടല്ല പറയാം, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ എന്തിന് പറഞ്ഞു നടക്കുന്നുണ്ട്? സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ആദർശത്തിൽ, സ്വന്തം സംഘടനയിൽ, സ്വന്തം ചേരിയിൽ ഇത് നടപ്പിലാക്കാൻ പറ്റാത്തത് നിങ്ങൾ എന്തിനാ പുറത്ത് പറഞ്ഞു നടക്കുന്നത്? അല്ലാഹ് ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗം ചിന്തിക്കണം. ചില ആൾക്കാരോടൊക്കെ പറയും, വാ നമുക്ക് ഒന്ന് രണ്ട് പുസ്തകം ആ മുസ്ലിംസിന് കൊടുക്കാൻ പോകാലോ, ഒരു ദഅവത്ത് നടത്താൻ വേണ്ടി പോകാലോ, അല്ലെങ്കിൽ അവരോടൊന്ന് നന്മയോ നിസ്കരിക്കാത്ത ഒരാളുടെ റൂമിൽ ഒന്ന് പോകാലോ. ഇപ്പം എന്താ ആൾക്കാർ നടപടി? ഹേയ്, ഞാനില്ലേ അള്ളാൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റാത്തൊന്നും പറഞ്ഞു നടക്കണ്ട. ഇതാ നമ്മുടെ ന്യായം, അല്ലേ? ഞാൻ നന്നായിട്ടില്ല, ഞാൻ ശരിയായിട്ടില്ല, ഇത് അതിലും വലിയ തെറ്റാണ്. നിങ്ങൾക്കറിയോ, ആൾക്കാരൊക്കെ ഈ നൂലുമ്മല പിടിച്ച് തൂങ്ങൽ. എന്താ അല്ലാഹ് ഇവിടെ പറഞ്ഞ ഉദ്ദേശം എന്നറിയോ? നിങ്ങളെന്തിനാ അതഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, നിങ്ങളത് മറക്കുകയും ചെയ്യുന്നു. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നറിയോ? ആ സ്വഭാവം തെറ്റാ. അഥവാ ജനങ്ങളോട് നന്മ കൽപ്പിച്ചു കൊണ്ടിരിക്കെ അത് നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ മറക്കുന്ന ആ സ്വഭാവമാണ് തെറ്റ്. അല്ലാതെ രണ്ടാമത് പറഞ്ഞ കൂട്ടർക്കുള്ള ന്യായമല്ല. ഞാനിതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനില്ല. ഇത് അതിലും വലിയ തെറ്റാ. മറ്റവൻ്റെ തെറ്റെന്തേ ഉള്ളൂ? ഓൻ ചെയ്യുന്ന പണിയൊക്കെ നല്ലതാ, നന്മ കൽപ്പിക്കുന്നുണ്ടോ, ചെയ്യുന്ന പണിക്കൊരു കുഴപ്പമുണ്ടോ? ശരിയല്ലേ? ഓൻ തിന്മ വിരോധിക്കുന്നുണ്ട്, അതും ശരിയല്ലേ? ഓൻ്റെ തെറ്റെന്ത് മാത്രമേ ഉള്ളൂ? ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇവൻ്റെ തെറ്റെന്താണെന്നറിയോ? ചെയ്യുന്നുമില്ല. ഇസ്ലാമിൽ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ത്? സത്യം മറ്റുള്ളവർ എത്തിക്കുക, തിന്മ വിരോധിക്കുക. ഇതും ചെയ്യുന്നില്ല. ഇവർക്ക് അതിലും ശിക്ഷയുണ്ട്. ആൾക്കാർ വിചാരിക്കുന്നത് ഓനാ മോശം. ഹേയ്, അയാളിങ്ങനെ പ്രസംഗിക്കും, അയാളിങ്ങനെ എഴുതും, ഓരിങ്ങനെ പറയും, ഓരവരാ ഇവരാന്നൊക്കെ പറയും. ഞാനൊന്നുമില്ല, കിട്ടുന്നൊരു വീക്കിലും ഇങ്ങനെ വെച്ചിട്ട് പോവുകയും ചെയ്യും വീട്ടിക്ക്, അല്ലേ? ഇത് ഏറ്റവും വലിയ തെറ്റാണ്. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. രണ്ടും ദഅവത്ത് എല്ലാവരും നടത്തണം, നന്മ എല്ലാവരും നടത്തണം, എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ വരാനുണ്ട്. ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരല്ലാഹിനോട് ദുആ ചെയ്താലും അല്ലാഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യൂല? ഉത്തരം തരൂല. എന്താ തെറ്റ്? നന്മ കൽപ്പിക്കുന്നില്ല, തിന്മ വിരോധിക്കുന്നില്ല, അല്ലേ? നിങ്ങൾ തെറ്റ് കാണുമ്പോൾ എതിർക്കണം, നന്മ കൽപ്പിക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു കപ്പൽ യാത്രക്കാരൻ ഉദാഹരണം പറഞ്ഞിരുന്നല്ലോ, അല്ലേ? തെറ്റ് ചെയ്യുന്നവൻ്റെ അക്രമിയുടെ കൈ നമ്മൾ പിടിക്കുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന അക്രമി മാത്രമല്ല നശിക്കുക, അള്ളാഹിൻ്റെ ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചാ വരിക. അക്രമിയെ മാത്രം തെരഞ്ഞു പിടിക്കുമോ? ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചാ വരിക. അതുകൊണ്ട് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. രണ്ടാമത്തെ ഭാഗമാണ് കൽപ്പിക്കുന്ന നന്മ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ പകർത്തണം, ജീവിതത്തിൽ പകർത്തണം. ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് വമ്പിച്ച തെറ്റ് കിട്ടും.
ഇത് രണ്ടും വേണം. റസൂലുള്ളാഹി പറഞ്ഞു ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിക്കുക. ഒരായത്താണ് എത്തിക്കാൻ പറ്റുന്നത്, അത് എത്തിക്കുക. ഞാൻ ശരിയാകട്ടെ പൂർണ്ണമായിട്ട്. അപ്പോൾ എന്നാൽ ശരിയാകാൻ ശ്രദ്ധിക്കുമോ? ഒരിക്കലും ശരിയാകുകയില്ല. അങ്ങനെയല്ല, നമ്മൾ മെല്ലെ 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 എന്ത് ചെയ്യുക, പറയും തോറും നമ്മൾ നന്മ കൽപ്പിക്കുക. പോൻ ചോദിക്കും, അന്ന നമുക്കറിയാം ജിപ്പല്ലേ ഇപ്പോൾ താടിക്ക് വെച്ച് ഇങ്ങനെ താളായെ 5 കൊല്ലം മുമ്പ് അന്ന ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ട് ഇൻ്റെ അടുത്തേക്ക് വരണ്ട. അതോടുകൂടി നമ്മൾ ഡെസ്പായി അല്ലേ, നമ്മൾ പോയി. തളരരുത്. ഇതൊക്കെ കേൾക്കേണ്ടി വരും. കേൾക്കുമ്പോഴാണ് സഹോദരൻ എന്നോട് പറ്റിപ്പോയതാ, എനിക്കത് അറിവില്ലാത്തതുകൊണ്ട് സംഭവിച്ചു പോയതാ, ഞാൻ നന്നാകാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാ എൻ്റെ അബദ്ധം നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പോൾ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും തോറും എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാകും. അലക്കുമ്പോൾ ആ കുപ്പായത്തിൽ ചളി പോകാനാണ് അലക്കുന്നത്, പാൻറ്റിൽ ചളി പോകാനാണ് അലക്കുന്നത്. പക്ഷെ അലക്കിക്കൊണ്ടിരിക്കും അലക്കുന്ന കല്ല് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, വൃത്തിയായിക്കൊണ്ടേയിരിക്കും അല്ലേ. അതുപോലെ നമ്മളിത് നടത്തുമ്പോൾ നമ്മൾ നന്നാകും. പഠിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും, നിസ്കരിക്കേണ്ടി വരും, നോമ്പെടുക്കേണ്ടി വരും, അള്ളാഹുലേക്ക് അടുക്കേണ്ടി വരും. ആ നിലയ്ക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ചെയ്യുന്നില്ലെങ്കിലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ പരലോകത്ത് ചില ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. ഈ കുടൽമാലകളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് കഴുത ആസ് കല്ലുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും ആൾക്കാർ. അപ്പോൾ നരകക്കാർ ചോദിക്കും, എന്താ നിങ്ങൾ ഈ നരകത്തിൽ കാണുന്നത്? നിങ്ങളല്ലേ അതൊന്നും പാടില്ല, ഇതൊന്നും പാടില്ല, ഞങ്ങളെ തിന്മ വിരോധിച്ചതും ആ നന്മ ചെയ്യണം ഈ നന്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളല്ലേ മുമ്പിലുണ്ടായിരുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്തില്ല, ഞങ്ങളും നരകത്തിൽ, പറഞ്ഞാൽ നിങ്ങളും നരകത്തിൽ. ഇപ്പോൾ ഇതെന്താ കഥ എന്ന് ചോദിക്കും. അപ്പോൾ അവരെന്താ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഈ നന്മ ഒക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഒക്കെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് തിന്മൊക്കെ വിരോധിച്ചിരുന്നു, അതൊക്കെ ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ഇതാണ് രണ്ട് ഭാഗത്തിൻ്റെ ഗൗരവം. മനസ്സിലായല്ലോ? ഇതാണ് അള്ളാഹ് ചോദിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ ആർക്കും ഇതില്ല. എല്ലാവരും ആരാൻ്റെ കുറ്റം, അവൾക്കെന്ത് കുഴപ്പം, അവനെന്ത് കുഴപ്പം, ഞാൻ പെർഫെക്റ്റാന്നുള്ള രീതിയിൽ എല്ലാവരുടെ ചിന്ത. ഇത് ഭയങ്കര ഒരു അഹങ്കാരമാണ്. നമ്മൾ സഹോദരങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടെ പിന്നെ അബദ്ധങ്ങൾ സംഭവിക്കാത്ത, തെറ്റ് പറ്റാത്ത ഒരാളും ഉണ്ടാവില്ല. ഇത് നമ്മളെല്ലാവരെ പറ്റിയും മനസ്സിലാക്കുക, എന്നെപ്പറ്റിയും മനസ്സിലാക്കുക. നമ്മുടെ ഉദ്ദേശം നസീഹത്തായിരിക്കും. ഒരാൾ നന്നാകലാണോ, ഒരാൾ ചെയ്ത തെറ്റ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളെ നസീഹത്തായിരിക്കും, അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കണം നമ്മുടെ ചിന്ത. ആ നിലയ്ക്ക് ഉപദേശം കൊടുക്കുക, നമ്മൾ സ്വന്തം ജീവിതത്തെ പകർത്തുകയും ചെയ്യുക അല്ലേ. പിന്നെ ഇമാം അഹ്മദൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രത്യേകിച്ച് ഈ പ്രസംഗിക്കുകയും ഈ ദേവാ ഫീൽഡിൽ നടക്കുന്ന ആൾക്കാരെ പറ്റി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് കത്രി കൊണ്ട് മുറിക്കപ്പെടുകയാണ്. എന്നുവെച്ചാൽ ഇതുപോലെ ആളുകളോട് പറയാൻ എല്ലാവരും ഉണ്ടാവും, പക്ഷെ ചെയ്യൂല. അതുകൊണ്ട് നമ്മൾ മുസ്ലിമാണെങ്കിൽ ഇസ്ലാമിൻ്റെ കർമ്മം ചെയ്യണം, ഇസ്ലാഹിയാണെങ്കിൽ ഇസ്ലാഹിൻ്റെ കർമ്മങ്ങൾ ചെയ്യണം. ഞാനൊരു സലഫിയാണെങ്കിൽ എന്താണത് ചെയ്യുന്നത്, ആ ഖുർആനും സുന്നത്തും എൻ്റെ അനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാകണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞില്ലേ, നമ്മൾ ആൾക്കാരോടൊക്കെ പറയും അള്ളാഹിനോടേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ആരോട് ദുആ ചെയ്യാൻ പാടുള്ളൂ? അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ശിർക്കല്ലേ. ഇത് പറയുന്ന നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നില്ല, നമ്മൾ പലപ്പോഴും ചെയ്യുന്നില്ല. എന്താ, എനിക്ക് കടയില്ല, എനിക്ക് രോഗമില്ല, എനിക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് ഞാനൊന്ന്. ഇത് ഏറ്റവും വലിയ കിബ്ര, ഭയങ്കര കിബ്രാണത്. നമ്മൾ അത് ശിർക്കാണ്, അത് പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് പാടുള്ള റബ്ബിനോട് എന്താ നമ്മൾ ചെയ്യാത്തത് അല്ലേ. അതുപോലെ തന്നെ ഇന്ന ദിക്റുകൾ ബിദ്അത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതാ. ഇന്ന സ്വലാത്ത് നാരിയ സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, താജു സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, കൻസുൽ അർശ് പഠിപ്പിച്ചിട്ടില്ല, മറ്റുള്ള അളമു സ്വലാത്തുകൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പഠിപ്പിച്ച ഒരു സ്വലാത്ത് എന്തുകൊണ്ട് നീ ചെല്ലുന്നില്ല, അതാണ് കിബർ. ഭയങ്കര ശിക്ഷയാണ് അതിന്. ഒരു സ്വലാത്ത് അല്ല 10 കൂലി കിട്ടുമെന്ന് പഠിച്ച നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം സ്വലാത്ത് ചെല്ലണമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്, അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ സഹോദരികളെ എന്താ നമുക്കത് ചെല്ലിയാൽ? ഇതാണ് സ്വന്തം ജീവിതത്തെ നമ്മൾ മറക്കുക എന്നറിയുന്നത്. എതിർക്കാൻ സുഖ, കൽപ്പിക്കാൻ സുഖ, പക്ഷെ നമ്മളെ സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും നമുക്ക് ആദർശത്തോട് കൂറും ഉണ്ടാകുക. നമ്മൾ സ്വന്തം ചെയ്ത് നോക്കി അല്ലേ, ഇപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നന്നാകാനും പറ്റും. പകലിൽ കുറേ തോന്നിവാസങ്ങൾ ചെയ്ത ആളുകൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എങ്ങനെ രാത്രി എഴുന്നേറ്റ് അവർക്ക് താജ്ജുദ് നിസ്കരിക്കും, ഉറങ്ങുമ്പോൾ ഒക്കെ ചിന്ത ഉണ്ടാകും താജ്ജുദ് നിസ്കരിക്കണം എന്ന്. കഴിയാത്ത എന്താണെന്നറിയോ, നീ പകലിൽ കുറേ വൃത്തികേട് ചെയ്തിട്ടുണ്ട്, നിനക്ക് എഴുന്നേക്കാൻ പറ്റും, നിന്നെ എങ്ങനെ അള്ളാഹ് എഴുന്നേൽപ്പിക്കുക?
നിനക്ക് പ്രാർത്ഥിക്കാൻ കൈ പൊക്കാൻ പറ്റൂല. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ആണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ ചിന്തിച്ചോ, എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൈ പൊക്കാൻ സാധിക്കുന്നില്ല? എങ്ങനെയാണ് സാധിക്കുക? ഈ കൈ പൊന്തിച്ച അള്ളാഹിനെ കുറിച്ച് നീ ഓർമ്മ വരും. അള്ളാഹിനെ പറ്റി നീ ഓർക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ വരും, ഞാൻ ചെയ്ത ഉൽമകൾ ഓരോന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല, കൈ താണു പോകും. ഇതൊക്കെ നമ്മളൊക്കെ സത്യമാണ്. അതുകൊണ്ട് സ്വന്തം ജീവിതമാണ് എപ്പോഴും നമ്മൾ നന്നാക്കേണ്ടത്. നിരാശപ്പെടേണ്ട. എന്ത് തെറ്റും അള്ളാഹ് പുറത്തു തരും. ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്ത തെറ്റ് എടുത്ത് പറയുക, മാപ്പ് ചോദിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറഞ്ഞതുപോലെ ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുക. അല്ലാതെ ഞാൻ ശരിയാകട്ടെ എന്ന രീതിയിലേക്ക് ഇതിൻ്റെ മറ്റേ വശം നിങ്ങൾ കാണരുത്. ഞാൻ ശരിയായിട്ടില്ല, ഞാൻ ഇനിയും നന്നാകാനുണ്ട്, അതുകൊണ്ട് ഞാനിപ്പം ദൈവത്തിന് വരുന്നില്ല, ആൾക്കാരോട് ഉപദേശിക്കാൻ ഞാനില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങളാരും മൗനം പാലിക്കാൻ പാടില്ല. ഇത് നമ്മൾ ദീനിൻ്റെ വിഷയത്തിലേ ഇത് ചെയ്യൂ അല്ലേ? ബാപ്പ സിഗരറ്റ് വലിക്കുന്നുണ്ട്, മോൻ വലിക്കുമ്പോൾ ബാപ്പ എങ്ങനെ ചിന്തിക്കായി, ഞാനിപ്പോൾ വലിക്കുകയല്ലേ, അപ്പോൾ മോനും വലിച്ചോട്ടെ. സമ്മതിക്കും ആരെങ്കിലും? ഇല്ല, ആരും സമ്മതിക്കൂല. വീട്ടിൽ നിന്ന് തോന്നിയ ദിവസം കാണുന്നുണ്ട് മോൻ, ബാപ്പ എങ്ങനെ കുത്തുന്നേ, ഞാൻ എന്തായാലും ശരിയായിട്ടില്ല, മോനും കാണട്ടെ, പറയോ? ഇല്ല. എന്നാൽ നമ്മൾ ദീനി ദഅ്വാ രംഗത്ത് മാത്രം ഇത് പറയുന്നു. അത് ശൈത്താൻ നമ്മളെ പിടിക്കുന്ന മറ്റൊരു പിടുത്താണത്. നമ്മളെ നിരാശപ്പെടുത്തുന്നതാണ്. നീയൊന്നും പോകണ്ടടാ, നീയൊന്നും ശരിയായിട്ടില്ല, നീയൊന്നും നന്നായിട്ടില്ല. ഇത് ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? രണ്ട് വശവും മനസ്സിലാക്കണം. ഈ ആയത്ത് ജൂതൻ്റെ സ്വഭാവമാണ്. എന്ത്? നന്മ കൽപ്പിക്കുക, സ്വന്തം ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുക, അത് കൊണ്ടുവരാതിരിക്കുക. ഇത് രണ്ടും നമുക്ക് വേണം. രണ്ടും കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്. നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നുമുണ്ട്. അഫലാ തഅഖിലൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. വസ്തഈനൂ, ഇത് ജൂതനോട് പറയുക. കാരണം അള്ളാഹ് യഹൂദികൾക്കൊരു ഒരു ആശ്വാസം കൊടുക്കുക. കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ തൗറാത്തിൽ റസൂലുള്ളാഹിനെ പറ്റിയൊക്കെ പറഞ്ഞു, വിശ്വസിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അറബികളിൽ നിന്നായിപ്പോയി വന്നത്, അവർ വിചാരിച്ച രീതിയിലല്ല വന്നത്. അതുകൊണ്ട് അഹങ്കാരം കൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇനിയൊരു ജൂതൻ ഇതൊക്കെ മറന്നിട്ടൊരു യഹൂദിക്ക് ഇസ്ലാമിലേക്ക് വരാൻ മദീനയിൽ വല്ലാത്ത കെട്ടിക്കൊടുക്കുണ്ടാവും. ആ കെട്ടിക്കൊടുക്കുന്നൊക്കെ പോകാൻ ജൂതനോട് അല്ലാഹു തആല ഒരു മാർഗം പറയുക. ജൂതനോടെന്ന് മാത്രമല്ല നമുക്ക് കൂടെ പറഞ്ഞു തരണത്, വസ്തഈനൂ, നിങ്ങൾ എന്ത് ചെയ്തോ, സഹായം തേടിക്കോ അല്ലേ? വസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞില്ലേ അല്ലേ? അല്ലാഹ് പറയാ വസ്തഈനൂ, നിങ്ങൾ എന്ത് ചെയ്തോ, സഹായം തേടിക്കോ. ബിസ്വബിരി, ക്ഷമ കൊണ്ട്, സ്വബിർ കൊണ്ട് അള്ളാഹിനോട് സഹായം തേടിക്കോ. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വെച്ച് പ്രാർത്ഥിച്ചോ എന്നാ പറഞ്ഞത്? ക്ഷമ കൊണ്ട് പ്രാർത്ഥിച്ചോ. വസ്സലാത്ത്, പിന്നെയോ നിസ്കാരം കൊണ്ടും സഹായം തേടിക്കോ. വ ഇന്നഹ, തീർച്ചയായും അത്, അഥവാ ആ നിസ്കാരം, ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, അത് ഭക്തർക്കല്ലാതെ ബാക്കി എല്ലാവർക്കും വമ്പിച്ചൊരു ഭാര. വ ഇന്നഹ ലകബീറ, അത് വമ്പിച്ചൊരു ഭാര. ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഉള്ള ആളുകൾക്ക് ഒഴികെ. എന്താ ഖുശൂ എന്ന് പറഞ്ഞാൽ? ഭയഭക്തി, പേടി അല്ലേ? കാണാത്ത ഒന്നിനെ പേടിക്കുന്നതിനാണ് ഖുശൂ എന്നറിയുക. അത് അഥവാ അള്ളാഹിനെ പേടിച്ച് വിനയപ്പെട്ട് ആ നിലക്ക് നിൽക്കുക. റബ്ബിനെ കാണുന്നുണ്ടോ? ഇല്ല, പക്ഷെ അങ്ങേയറ്റത്തെ പേടിയുണ്ട്. അതാണ് ഈ ഭക്തിയുള്ളവർക്കല്ലാതെ ബാക്കി എല്ലാവർക്കും ഇതൊരു വമ്പിച്ച ഭാര നിസ്കാരം അല്ലേ? അള്ളാഹ് പറയാ വസ്തഈനു, നിങ്ങൾ സഹായം തേടിക്കോ. ബിസ്വബിർ വസ്വലാത്ത്, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും. ക്ഷമ 3 രീതിയിലുണ്ട്. ഒന്നാമത്തെ ക്ഷമ എന്താണ്? നന്മ ചെയ്യാനുള്ള ക്ഷമയാണ്. നന്മ ചെയ്യാൻ നല്ല സ്വബിർ വേണം. നിസ്കരിക്കാൻ സ്വബിർ വേണ്ടേ? പലതും നമ്മുടെ മുമ്പിൽ വരും, ചുറ്റുപാട് വരും, ക്ഷമിക്കണം അവിടെ. അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് അല്ലേ? ചില ആൾക്കാരൊക്കെ കാണലുണ്ട്, പിന്നെ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഒരു ഭക്തിയിലത് ഓതുന്നത്. എല്ലാ ബിസിനസ്സൊക്കെ മാറ്റി വെച്ച് മൊബൈലൊക്കെ ഒന്ന് ഓഫാക്കി ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് ഇതാ ഖുർആൻ പഠിക്കുന്നു, ഒന്ന് വായിക്കുന്നു അല്ലേ? മുമ്പ് എറണാകുളത്ത് പുല്ലേപ്പടി മസ്ജിദിലുണ്ടായിരുന്നു. പിന്നെ എറണാകുളം ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള ഒരു മസ്ജിദിൽ ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഒരാൾ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കുള്ള ആളാണ്. അയാൾ ആ അനുഭവം പറയുകയാണ്. ആ പ്രസംഗം കേൾക്കുകയാണ്, നിസ്കാരം പഠിപ്പിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിസ്കാരം ശരിക്കും കാണിച്ചങ്ങോട്ട് പഠിപ്പിക്കുക. അത് കേൾക്കുമ്പോൾ അയാൾ മൊബൈൽ സൈലൻ്റാക്കി 10 മിനിറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ച് ഇരുന്നു. അയാൾ മനസ്സിലാക്കുകയാണ്, പഠിച്ചോനെ ഞങ്ങൾക്ക് 40-45 വയസ്സായിട്ട് ഞാനിതൊരു നിസ്കാരം ഇങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ,
ഇങ്ങനെയാണല്ലോ നിസ്കരിക്കണം. ഓരോന്നോരോന്ന് പഠിക്കുമ്പോൾ പുതുമയാണ്. അതിങ്ങനെ പഠിക്കുമ്പോൾ അയാൾ ഓഫാക്കി 2 മണിക്കൂറും ആ ക്ലാസ് റമദാനിൽ മുഴുവനും കേട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രസംഗിച്ച പണ്ഡിതനോട് പറയുന്നുണ്ട്, ഇതാ ഈ പഠിപ്പിച്ച രീതിയിൽ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊന്ന് റെക്കോർഡാക്കിയിട്ട് നിങ്ങൾ എല്ലാവർക്കും എത്തിക്കണം, അതിൻ്റെ മുഴുവൻ ചിലവും ഞാൻ വഹിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ തബറു ചെയ്തിട്ട് പോയ ഒരാളുണ്ട്. നിങ്ങൾ നോക്കിയ ആളുകൾ അങ്ങനെയാണ് അല്ലേ? അത്ര രീതിയിൽ സഹോദരങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റണം. അതാണ് ക്ഷമ. നന്മ പഠിക്കാൻ വല്ലാത്ത ക്ഷമ, അത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ്. സക്കാത്ത് കൊടുക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. റമദാൻ അങ്ങോട്ടാകുമ്പോൾ, റമദാനല്ല സക്കാത്തിൻ്റെ സമയം, ഉറപ്പാണല്ലോ, കൊല്ലം തികയുമ്പോൾ കൊടുക്കണം. റമദാനിൽ അത് ക്രമീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പുണ്യം കിട്ടും. റമദാനിൽ ചെയ്യുന്ന നന്മക്ക് മറ്റുള്ളതിനേക്കാൾ നന്മക്ക് വർധനവുണ്ട്. അതുകൊണ്ടാണ് പ്രചോദനം നൽകുന്നത്. രണ്ടാമത്, ഈ സക്കാത്ത് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എത്ര ഫോൺ വരുമെന്നറിയോ? സത്യമായിട്ട് എന്തിനാണ് വരുന്നത്? കുടുംബത്ത് എല്ലാവരും ചോദ്യം, കുടുംബത്ത് കൊടുക്കാൻ പറ്റുമോ, കുടുംബത്ത് കൊടുക്കാൻ പറ്റുമോ? എന്തിനാണ് ഇത്? സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഇതെന്തായാലും കയ്യിൽ നിന്ന് പോകുന്ന പൈസയാണ്. അങ്ങനെ പോകുമ്പോൾ അതങ്ങോട്ടേക്ക് പോകരുത്, പുറത്തേക്ക് എത്തരുത്, അതെവിടെ തന്നെ കിടക്കണം, കുടുംബത്തേക്ക് തന്നെ കിടക്കുന്നത്. സ്വതക്കേൽ ഈ അമ്മായിനെയോ മുത്തുമ്മാനെയോ മുത്താപ്പാനോ പരിചയവും കൂടി ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് നന്മ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം അല്ലേ? നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നീ പിശുക്കനായിരിക്കെ, നിനക്ക് സമ്പത്തിനോട് ആർത്തി ഉണ്ടായിരിക്കെ, നിനക്ക് പണം ആവശ്യമായിരിക്കെ അപ്പം ചെയ്യുന്ന ദാനത്തിനാ കൂലി അല്ലേ? പണം ഇഷ്ടം പോലെ ഉണ്ട്, നിനക്ക് പണത്തിനോട് ഒരു വിലയില്ല, അപ്പോൾ കൊടുക്കുന്നതല്ല. എപ്പോഴാണ് നിനക്ക് കൊടുക്കുമ്പോൾ ഹൈറ്? നിനക്ക് ആവശ്യം ഉണ്ടായിരിക്കുക, എന്ത് ചെയ്യുക, അത് കൊടുക്കുക അല്ലേ? അപ്പോഴാണ് കൊടുക്കേണ്ടത്. അതിനെന്ത് വേണം? ക്ഷമ വേണം. കാരണം ഇതിനെ പൂജിച്ച് നടക്കുന്ന ആ മനുഷ്യൻ അല്ലേ? ആ സമയത്ത് നമ്മൾ കൊടുക്കണം. സക്കാത്താകട്ടെ, സ്വതക്കയാകട്ടെ, നോമ്പാകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ആരും ചെയ്യാത്തൊരു ഭാഗമാണത്. പ്രത്യേകിച്ച് ഗൾഫുകാർ, ആണും പെണ്ണൊക്കെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എപ്പോഴും എനിക്ക് ഇസ്ലാമിക് സെൻറ്റർ ക്ലാസ്സുകൾക്ക് നിങ്ങളോട് ഒരു വസൂയത്ത് പോലെ പറയാനുള്ളത്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്നുള്ള സൂറത്ത് മറക്കാതെ നമ്മൾ പാരായണം ചെയ്യണം അല്ലേ? ദീനെ നശിപ്പിച്ച് ദീനിനെ തള്ളിക്കളഞ്ഞൊരു വിഭാഗം കാഫിര്യങ്ങളെ പറ്റി മാത്രമല്ല പറഞ്ഞത്. ഫദാലിക്കല്ലദീ യദുഉൽ യതീം, യതീമിനെ ആട്ടിവിട്ട മനുഷ്യനാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു യതീമിൻ്റെ മുടി തൊടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ നമുക്ക്? അള്ളാഹ് പരലോകത്ത് വെച്ച് പിടിക്കും നമ്മളെ വിഷയത്തിൽ അല്ലേ? ക്ഷമിക്കണം. നമ്മൾ ഇങ്ങോട്ടേക്ക് വരണ്ട. എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് പോയിട്ട് ചെയ്യണം. പിന്നെന്താ പറഞ്ഞെന്നറിയാം? അതിലും ഗൗരവമാണ്. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. ഓനല്ല നശിച്ചവൻ. ആരാ ദീനിനെ തള്ളിക്കളഞ്ഞവൻ? പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹനം കാണിക്കാത്തവൻ പോലും ദീനിനെ കളവാക്കിയവനാണ്. എന്ന് വെച്ചാൽ ആ വിഷയം ഒന്ന് ചർച്ചക്കിടുക. ഇതാ നമ്മളൊരു മാസത്തൊരു സാലറിയിൽ നമ്മൾ 10 ആൾ കൂടിയിട്ട് ഇന്ന വ്യക്തികളെ പരിഹരിക്കുക എന്ന് പറയാത്തവൻ പോലും അപ്പം സഹായിക്കാത്തവൻ എത്രയായിരിക്കും അല്ലേ? ഇതൊക്കെ നമ്മളെ അവസ്ഥയാണ്. ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നല്ലോ? ക്ഷമിക്കണം. ഇതോ നല്ല ക്ഷമ വേണം. ഇത് ഇങ്ങോട്ട് വന്ന് യാചിക്കുമ്പോഴാണ് അങ്ങോട്ട് ഇച്ചിരി കൊടുക്കുന്നത്. അതല്ല ഇസ്ലാമിലെ കൊടുത്തും, അതല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും. ആവശ്യക്കാരനെ കണ്ടറിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കൊടുക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞതും, മദീന പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം പാവപ്പെട്ടൊരു മുസ്ലിമിൻ്റെ വിഷയത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ വിഷയത്തിൽ ഓടി നടക്കല അല്ലേ? ആരെയും കിട്ടൂലത്. നമ്മളാരും ചെയ്യേയില്ല, പറയുകയും ചെയ്യും. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ അത് അള്ളാഹ് അവരങ്ങനെ ആക്കിയിട്ടുണ്ട്. നാളെ നമുക്ക് വരാനിരിക്കുന്നതാ. അള്ളാഹു നമുക്കാക്കുമാറാകട്ടെ. ഇപ്പം ഏത് നന്മ ചെയ്യുമ്പോഴും സഹോദരങ്ങളെ ക്ഷമ വേണം. 2, തിന്മ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം. എല്ലാ അവസരവും ഉണ്ടാവും. തിന്മ ചെയ്യാനുള്ള എല്ലാ അവസരവും നമ്മുടെ മുമ്പിലുണ്ടാവും. മനസ്സാകട്ടെ ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ഏത് മനുഷ്യൻ്റെ നഫ്സും തിന്മക്ക് പ്രേരിപ്പിക്കും. യൂസുഫ് നബി പറഞ്ഞൊരു വാചകം അത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പ്രയാസപ്പെടുത്തുന്നില്ല, ഞാൻ എൻ്റെ നഫ്സിനെയും നിരപരാധിയാക്കുന്നില്ല. ഏത് മനുഷ്യൻ്റെ മനസ്സും തെറ്റിലേക്ക് ചൂണ്ടി അതിങ്ങനെ പോയി ചാഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്, തെറ്റിക്കാ പോകുക. അവസരങ്ങൾ മുമ്പിൽ എമ്പാടും ഉണ്ടാവും. വികാരവും വിചാരവും ചിന്തയില്ലാത്ത ഒരാളും ഉണ്ടാകൂല. നമ്മൾ മലക്കുകളല്ലല്ലോ, മനുഷ്യരല്ലേ. ഈ സമയത്ത് തെറ്റുന്ന മാറി നിൽക്കാൻ വല്ലാത്ത ക്ഷമ വേണം. കുടുംബം തെറ്റില്ല, കൂട്ടുകാർ തെറ്റില്ല, കൂടെ കിടക്കുന്നവർ തെറ്റില്ല, എല്ലാവരും ആ ഭാഗത്താണ്. അവിടെ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ അല്ലേ? നിങ്ങളൊക്കെ ഇസ്ലാമിക് സെൻ്ററിലേക്ക് ഒരു ക്ലാസ്സിനൊക്കെ വരാൻ എന്തൊക്കെ മലമ്പാത താണ്ടി കിടന്നിട്ടായിരിക്കും ചില ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പരിഹസിക്കും. എന്നും ഖുർആൻ ക്ലാസ് തന്നെ,
വ്യാഴാഴ്ച ആകെ മനുഷ്യർക്കൊരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ലീവ് ഉണ്ടാകുക. അത് ഇസ്ലാമിക് സെൻട്രൽ ക്ലാസ്, അപ്പുറത്തെ പള്ളി ക്ലാസ്, ഇപ്പുറത്തെ കുത്തുബ, അല്ലെ എന്തിന് ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഇത് കുത്തുമ്പോൾ ഇത് പറഞ്ഞൊക്കെ ശരി തന്നെ കേട്ടോ, ഞാനത് ചിന്തിക്കുന്നതിന് പറഞ്ഞുകൊണ്ട് പോയാലോ പോയി അല്ലേ. ആളുകൾ ഈ ലോകത്ത് അങ്ങനെയാണ്. അതാ ഒരു വലിയ മതിൽക്കെട്ടുണ്ടായിരുന്നു, ആ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് വമ്പിച്ച തോന്നിയാസങ്ങളും ഡാൻസും പാട്ടൊക്കെ നടക്കുക. ഇപ്പുറത്ത് കുറേ നല്ല ആൾക്കാരുണ്ട്. അതിലൊരു ചങ്ങാതി പറയുക, എല്ലാവരും ഒന്ന് തന്നെ ഒന്ന് പൊക്കിത്താ, ഞാനൊന്ന് നോക്കട്ടെ എന്താ അവിടെ നടക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പൊക്കിയാണ് കണ്ടോക്കുമ്പോൾ അയാൾ ഒറ്റച്ചാട്ടം അപ്പുറത്തേക്ക് അല്ലേ. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. നല്ലൊരു അത് അന്വേഷിക്കുമ്പോൾ പോയാൽ അവസാനം ഓരോ അതിൻ്റെ അകത്ത് ഉണ്ടാകുക. അങ്ങനെ അവിടെ നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അല്ലേ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാചകയില്ലേ സൂറത്ത് യൂസുഫിൽ, ഖാല റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. പഠിച്ചോനെ, ഈ പെണ്ണുങ്ങളൊക്കെ എന്നെ തെറ്റിലേക്ക് വിളിക്കുകയാണ്, ആരും അറിയൂല, കൊട്ടാരത്ത് താമസിക്കുന്ന പെണ്ണുങ്ങളാ, തറവാടുത്തുള്ള പെണ്ണുങ്ങളാ അല്ലേ, മുഞ്ചുള്ള സ്ത്രീകളാ, അഴകുള്ള സ്ത്രീകളാ, ഇവരൊക്കെ വിളിക്കുകയാണ്. എന്നിട്ട് റബ്ബിനോട് പറയുക, ഇവർ പറയും ചെയ്തിട്ടില്ലെങ്കിൽ, ആ സ്ത്രീകളടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ജയിലാണ് വരുന്നത്. എന്താ യൂസുഫ് നബി പറഞ്ഞത്? റബ്ബി, എൻ്റെ റബ്ബേ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ, എനിക്കിപ്പോൾ എന്താ ഇഷ്ടം? ജയിലാണ് എനിക്കിഷ്ടം. ഇവർ പറഞ്ഞ പണി ആ ഭാഗത്തേക്ക് പോകുന്നതിനേക്കാൾ ഞാൻ നിന്നോട് ജയിൽ ചോദിക്കുന്നു. നിങ്ങൾ നോക്ക്, ഇതാ ഒരു മനുഷ്യൻ, നമ്മൾക്ക് തീക്കനൽമ ചവിട്ടുന്ന ഒരവസ്ഥ വരും ദുനിയാവിൽ. വരും, കഴുതകൾ വിഭജിക്കുന്നത് പോലെ ഒരവസ്ഥ ഈ ലോകത്ത് വരും. തെറ്റുകൾ എമ്പാടും വരും. കണ്ണിൻ്റെ മുമ്പിൽ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ തെറ്റുകളായിരിക്കും. നമ്മൾ തെറ്റ് അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണ്ട. ഇന്നീ പറഞ്ഞ വാട്സപ്പിൽ കൂടി നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വരിക അല്ലേ, എല്ലാം കൊണ്ട് വരിക, ഒന്നണ്ട് അമർത്തിപ്പോയാൽ നമ്മളതിൻ്റെ ആളായിപ്പോയി അല്ലേ. ഈ നിലക്ക് സഹോദരങ്ങൾ വരും. അവിടെ തെറ്റിന്ന് മാറി നിൽക്കാനും ക്ഷമ വേണം. മൂന്നാമത്തെ ക്ഷമയാണ് ദുരന്തങ്ങളും മുസീബത്തുകളൊക്കെ വരുമ്പോഴുള്ള ക്ഷമ. പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ, പ്രയാസങ്ങൾ അറിയുമ്പോൾ, ദുരന്ത വാർത്ത അറിയുമ്പോൾ, രോഗം അറിയുമ്പോൾ, ആപത്തും അപകടവും വരുമ്പോൾ, എന്ത് വരുമ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. ഖദ്ദർ അല്ലാഹ്, ഇതെൻ്റെ അള്ളാഹ് എനിക്ക് കണക്കാക്കിയത്. പടച്ചോൻ അവൻ്റെ ഹിക്മത്ത് കൊണ്ട് എനിക്കൊരു ഡോർ അടക്കുമ്പോൾ അവൻ്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് 2 ഡോർ ഓപ്പൺ ആക്കും. ആ 2 ഡോർ ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് പടച്ചോൻ്റെ ഹിക്മത്ത് കൊണ്ട് എൻ്റെ ഒരു വാതിൽ അള്ളാഹ് അടക്കും എന്ന ചിന്ത എനിക്കുണ്ടാകുക. ക്ഷമിക്കാൻ പറ്റണം. ഗൾഫിൽ നിന്ന് കമ്പനി എക്സിറ്റ് അടിച്ചോ, അപ്പം ചിന്തിക്കണം, അള്ളാഹു ഈ വാതിൽ എനിക്ക് അടക്കുന്നതിൻ്റെ മുമ്പേ 2 വാതിൽ എനിക്ക് തുറന്ന് വെച്ചിട്ടാണ്, ഞാനത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. എൻ്റെ ഉമ്മൻ്റെ അടുത്ത് നിൽക്കാനായിരിക്കും, എൻ്റെ ബാപ്പൻ്റെ അടുത്ത് നിൽക്കാനായിരിക്കും, മക്കളൊന്നിച്ച് കാണാനായിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാളും വലിയൊരു ഹൈർ വരാനായിരിക്കും. അല്ല, ഇവിടെ നിന്നാൽ എന്തോ ഒരു ദുരന്തം എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. ക്ഷമിക്കാൻ പറ്റണം അല്ലേ. അതായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇതാണ് ക്ഷമ. നന്മ ചെയ്യാൻ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, ദുരന്തങ്ങൾ വരുമ്പോൾ ഈ ക്ഷമയുടെ പ്രതിഫലം എന്താണെന്നറിയോ? വസ്തഈൻ, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഈ ക്ഷമ കൊണ്ട് അള്ളാഹിനോട് ചോദിച്ചോ, അള്ളാഹ് തരും. അള്ളാഹിനോട് ക്ഷമ വെച്ചിട്ട് ചോദിച്ചോ, പടച്ചോൻ തരും. അങ്ങനെയാ ചോദിക്കേണ്ടത്. രണ്ടാമതോ വസ്വലാ, നിസ്കാരം കൊണ്ട് ചോദിച്ചോ. പടച്ചോനോട് എന്തെങ്കിലും ആവശ്യം ചോദിക്കാനുണ്ടെങ്കിൽ നിസ്കാരം കൊണ്ട് ചോദിച്ചോ. എന്താ നമ്മളൊക്കെ പറയാറില്ലേ സഹോദര, നിസ്കരിക്കാൻ പറ്റുന്നില്ല, മനസ്സിൽ വല്ലാത്ത നേറിപ്പുകയുന്ന പ്രശ്നമുണ്ട്. ഒരു മനുഷ്യർക്ക് കടം താങ്ങാൻ പറ്റുന്നില്ല. നിസ്കാരത്തിൽ നിൽക്കുമ്പോഴതാ ചിന്ത വരുന്നത്. രോഗം ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും അസുഖം തന്നെ. എങ്ങനെ നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടും? കഴിയുന്നില്ല, സാധിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ. നാട്ടിലേക്ക് പോകാൻ അല്ലേ, ഉറ്റ ആളുകൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, പക്ഷെ നാട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല, പ്രയാസപ്പെടുകയാണ്, പ്രശ്നം വരുന്നില്ലേ നമ്മൾക്ക് അല്ലേ. അതിൻ്റെ പരിഹാരമാണ് പറഞ്ഞത്. എന്താ പരിഹാരം? നിസ്കാരം അള്ളാഹ്ക്ക് ശരിക്കൊണ്ട് ഉപയോഗിച്ചോ. ഏറ്റവും കൂടുതൽ അടിമ പഠിച്ചവനടുക്കുന്ന നിസ്കാരത്തിൽ. അതിൻ്റെ നിസ്കാരത്തിൽ എവിടെയാണ്? സുജൂദിലാണ്. സുജൂദിൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചോ. നിസ്കാരത്തോളം വലിയൊരു പ്രാർത്ഥിക്കാൻ പറ്റിയ ഒന്നുമില്ല ഇസ്ലാമിൽ. എന്തിൻ്റെ പരിഹാരവും നിസ്കാര. നമ്മളെ വ്യക്തി പ്രശ്നത്തിന് മാത്രമല്ല, സമൂഹത്തിന് മൊത്തം ബാധിക്കുന്ന പ്രശ്നം. സൂര്യഗ്രഹണം എല്ലാവർക്കും ബാധിക്കുന്ന പ്രശ്നമാണത് അല്ലേ. ഗ്രഹണം ബാധിക്കുമ്പോൾ ഓടും റസൂലുള്ള പള്ളിയിലേക്ക്. എന്തിനാ? അസ്വലാ എന്ന് പറഞ്ഞിട്ട് ഓടും. ഇസ്ലാമിൽ എന്താ സൂര്യഗ്രഹണം ബാധിച്ച പരിഹാരം? ഗ്രഹണ നിസ്കാരമുണ്ട്. ചന്ദ്രന് ഗ്രഹണം ബാധിച്ചു, എന്താ പരിഹാരം? നിസ്കാരമുണ്ട്. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ച് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്നത് പോലെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഇസ്തിഖാറ പഠിപ്പിക്കൽ. എന്താ സ്വലാത്തുൽ ഇസ്തിഖാറ? ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ. നമ്മൾ വലിയ വിഷയം വരുമ്പോൾ അത് ചെയ്യും, പക്ഷേ സഹാബികൾ പറയുക സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളെ പഠിപ്പിച്ചു സ്വലാത്തുൽ ഇസ്തിഖാറ.
അല്ലേ? എൻ്റെ മോൻ SSLC കഴിഞ്ഞു, ഇവിടുന്ന് നാട്ടിലേക്ക് ചേർക്കണമല്ലോ, ഇവിടെ തന്നെ +1 പോകണോ? പരിഹാരം നിസ്കാര, അല്ലേ? കല്യാണാന്വേഷണം വരുന്നു, സ്വീകരിക്കണോ? നിസ്കരിക്കും. ഒരു വണ്ടി എടുക്കും, ആ സമയത്ത് നിസ്കരിക്കും. ഒരു ജോലി വരുന്നു, ഓഫർ വരുന്നു, നിസ്കരിച്ചിട്ട് തീരുമാനിക്കും. ജീവിതത്തിൽ എന്ത് ചെറിയ പ്രശ്നത്തിനും സഹാബികൾ പരിഹാരം സ്വലാത്തുൽ ഇസ്തിഖാറ. എന്താണ് നിസ്കാരം? 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക. എന്നോടൊരു പ്രാർത്ഥനയുണ്ട്, പഠിച്ചോ ഞാൻ ഇതാ ഇന്ന കാര്യം ഞാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുകയാണ്, നിന്നോട് ഞാൻ ചോദിക്കുന്നു അതിനെ പറ്റിയൊക്കെ. തിരഞ്ഞെടുക്കുന്ന കാര്യം, ഈ ജോലി, ഈ ക്യാമ്പസ്, ഈ പഠനം, ഈ വിവാഹാന്വേഷണം, ഈ വാഹനം, എന്തായിക്കോട്ടെ, ഞാൻ തിരഞ്ഞെടുക്കുന്ന ഈ കാര്യം എനിക്ക് ദുനിയാവിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ പരലോകത്തിലും ഹൈറാണെങ്കിൽ എനിക്കത് തരണേ റബ്ബേ. അല്ല, ഇതെനിക്ക് ദോഷമാണ്, ദുനിയാവിലും ആഖിറത്തിലും എവിടെ എനിക്ക് ദോഷമാണെങ്കിൽ എന്നിൽ നീ എന്ത് ചെയ്യണം? ഇത് മാറ്റിത്തരണേ. ഇത് പ്രാർത്ഥിക്കും. നല്ലൊരു മുത്തഖിയായ മനുഷ്യനോട് അഭിപ്രായം ചോദിക്കും. ആ അഭിപ്രായം സ്വീകരിച്ച് നമ്മൾ തവക്കലും പറഞ്ഞ് ചെയ്യും. പിന്നെ അത് നമ്മൾ ആരെ ഏൽപ്പിച്ചു കഴിഞ്ഞു? അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. നമ്മളങ്ങനെയല്ല. സ്കൂൾ അധ്യാപകരെ വിളിച്ചു നോക്കും, നാട്ടുകാരെ വിളിച്ചു നോക്കും, അവിടെ വിളിച്ചു നോക്കും, ഒക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്ത് തരേണ്ടവനാരാ? അള്ളാഹ്. അത് ചെയ്യൂല, അല്ലേ? അതാ നിസ്കാരം, പരിഹാരം നിസ്കാര. മദീനത്തെ പള്ളിയിൽ ഒരാൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ കാണാം, പിന്നെ ഒരാളിങ്ങനെ ആകെ ബുദ്ധിമുട്ടി കരയുന്ന പള്ളിയിലുള്ളത്. എന്താ വെച്ചാൽ ഈ സമയത്ത് എന്താ ഈ പള്ളിയിൽ? റസൂലെ കടം കൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, സങ്കടത്തിലാക്കുകയാണ്. എന്താ റസൂല പറഞ്ഞത്? നീ 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്. പരിഹാരം നിസ്കാര. റസൂലുള്ളാഹിക്ക് എന്ത് ടെൻഷൻ വന്നാലും ലജഅ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് ഓടും, അഭയം തേടും. എന്ത് ടെൻഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാലും നിസ്കാരത്തിലേക്ക് ഓടുക, അല്ലേ? ഒരു പ്രവാസി ഒരു യാത്ര കഴിഞ്ഞാൽ റസൂലുള്ളാഹി നാട്ടിലേക്കെത്തും, മദീനത്തേക്കെത്തും, ആദ്യം വീട്ടിലേക്കാണോ പോകുക? അല്ല, ആദ്യം പള്ളിക്ക് 2 റക്അത്ത് നിസ്കരിക്കും. നമ്മളൊക്കെ പഠിക്കേണ്ടത് അതാ. നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നേരെ വീട്ടിലേക്കല്ല കയറുക, തറവാടും കൂടി കാണാതെ കുനിഞ്ഞിട്ട് പോകും സ്വന്തം വീട്ടിലേക്ക്, അല്ലേ? അതല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? പള്ളിക്ക് 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ടാ വീട്ടിലേക്ക്. എന്തിൻ്റെ പ്രശ്നവും പരിഹാരം നിസ്കാരത്തിലാ സഹോദരി സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സ്വഭാവം പറഞ്ഞ്, മനുഷ്യൻ വല്ലാതെ അസ്വസ്ഥനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലേ? ഹൈറ് കിട്ടിയാൽ അവനിങ്ങനെ എന്തെങ്കിലും ദുരിതം ബാധിച്ചാൽ ഇങ്ങനെ പടക്കുവനിങ്ങനെ നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ അറിയിക്കും. എന്തോ നന്മ കിട്ടിയാലോ ഒന്നിട്ട് കൊടുക്കുമല്ലോ, ഒക്കെ അല്ലേ? ആർക്കും കൊടുക്കുമല്ലോ, സ്വന്താക്കി വെക്കും. ഇങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്താണെന്നറിയോ? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കുള്ള. നിസ്കാരം നിരന്തരം ചെയ്യുന്ന ആൾക്കാർക്ക് ടെൻഷൻ്റെ ഏത് ടെൻഷൻ്റെയും പരിഹാരം നിസ്കാരത്തിലാണ്. നമുക്ക് ആ നിസ്കാരം നമ്മുടെ ടെൻഷൻ, അല്ലേ? എല്ലാത്തിൻ്റെ പരിഹാരം നിസ്കാരം. എത്ര ഗതികേടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അല്ലേ? കോബാർ മാർക്കറ്റിൽ ഒരാളെ കാണാൻ വേണ്ടി പോയത്, നല്ല കാര്യത്തിൽ കാണാൻ പോയത്. പക്ഷേ ബാങ്ക് കൊടുത്തപ്പോഴേ പോയി പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് എത്തിയത്. എന്നിട്ട് എങ്ങനെയാണ് കാണിച്ചതെന്ന്? ഷട്ടർ പൊന്തിച്ചു, തൊഴിലാളി പുറത്തും മുതലാളി ഉള്ളിലും. നിങ്ങൾ നോക്കിയേ, ഇത് ഒരുത്തൻ്റെ അല്ല, എത്ര ആൾക്കാരെന്നറിയാം, എത്ര ആൾക്കാർ. എന്തിനാണ് ഇത് പ്രിയപ്പെട്ടവരെ? ഈ നാട്ടിൽ നമുക്ക് എല്ലാത്തിനും സൗകര്യമുണ്ട്, അല്ലേ? നമ്മൾ മനസ്സിലാക്കിക്കോ. എല്ലാവരും നിസ്കാരം ഒഴിവാക്കിയ ഒരാളല്ല പരിഗണിക്കൂല. സ്വലാത്ത് ചേർക്കുക എന്നാ. നിസ്കാരം ഇല്ലാത്ത ഒരാളെ അള്ളാഹ്ക്ക് വേണ്ട. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലെ ശിക്ഷനെ പറ്റി പറഞ്ഞത്? നിസ്കാരം ഒഴിവാക്കുന്ന ആൾക്കാർക്ക് ഖിയാമത്ത് നാൾ വരെ അവനെന്ത് ചെയ്യും? ചിരിച്ച് കിടത്തിയിട്ട് തലയിൽ കല്ല് കൊണ്ട് വലിയ കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും തല. ഒരു ദിവസമോ ഒരു തവണയോ അല്ല, ഖിയാമത്ത് നാളാകുന്നത് വരെ അവൻ്റെ തല പൊട്ടിച്ചുകൊണ്ടിരിക്കും, ചെരിച്ച് കിടത്തിയിട്ട്. കല്ലുരുണ്ടു പോകും, അതെടുത്ത് വരുമ്പോഴത്തേക്ക് തല പഴയതുപോലെയാകും, മറുഭാഗത്തേക്ക് ഇങ്ങനെ ഏറ് കിട്ടും, അല്ലേ? ഖിയാമത്ത് നാളായി കഴിഞ്ഞാലോ നരകത്തിലോ, സക്കർ എന്ന നരകത്തിൽ. എന്താ നീ സക്കറിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ കാരണം അത്. തൊട്ട് മുമ്പിൽ താഴത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് വഖീമുസ്സലാ, നിസ്കാരം നിങ്ങൾ എന്ത് ചെയ്യാൻ നിലനിർത്തണം, അല്ലേ? ലാസ്റ്റ് പറഞ്ഞു വർക്കഉ മഅറാക്കഈൻ, നിസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ. ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ പോരാ. ആണുങ്ങളൊക്കെ എവിടെ പോകണം? പള്ളിയിൽ പോകണം. ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകണം. കാരണം പഠിച്ചവൻ വിളിക്കുന്നത് എവിടുന്നാണ്? നമ്മളാ പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഹയ്യ അല സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ. ഇത് കേൾക്കുമ്പോൾ പള്ളിക്ക് കൂടെ പോവാ വീട്ടിക്ക്, റൂമിക്ക്, അല്ലേ? അല്ല, പള്ളിക്ക് പോകണം. നിസ്കാരം ഒഴിവാക്കി നിസ്കരിച്ചോ നിങ്ങൾ, അല്ലേ? നമുക്കത് എല്ലാത്തിൻ്റെയും ആശ്വാസം കിട്ടും. എന്ത് പരിഹാരം നമുക്ക് നിസ്കാരത്തിലുണ്ടാകും. കരഞ്ഞ് പ്രാർത്ഥിച്ചോ, സുജൂദ് കിടന്ന് പ്രാർത്ഥിച്ചോ, അള്ളാഹ് നമുക്ക് തരും. അള്ളാഹ് നമുക്കല്ലാതെ പിന്നെ ആർക്കാ തരിക? സുന്നത്ത് നിസ്കാരം അധികരിപ്പിച്ചോ, അതിലാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ സംശയങ്ങളൊക്കെ ഉസ്താദ് അത്തയ്യാത്തിൽ വിരൽ അനക്കണോ അനക്കണ്ടേ? ഇത് നമ്മളെ വലിയ ചർച്ച. എന്നാൽ ഈ അനക്കുന്ന നിസ്കാരൻ്റെ എണ്ണം കൂട്ടുവാൻ
ഇല്ലേ? നിസ്കാരത്തിൽ ആത്മാർത്ഥം ഉണ്ടാവോ? ഈ ജാതി ഇല്ല. സുന്നത്തിന് നമ്മൾ ചെയ്യണം, സൂല പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ അനക്കുന്ന ഹദീസുകൾ സ്വഹിയായി വന്നു, അനക്കിക്കൊണ്ട് നിസ്കരിക്കുക. അനക്കാത്തവനക്ക് ആ കൂലി കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ മെയിൻ കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധ വല്ലാതെ കാണിക്കുന്നു. അത് നമ്മൾക്ക് ഉണ്ടാകരുത്. ദേവത്ത് നടത്തിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോവുക, അല്ലേ? ദേവത്ത് നടത്തിയിട്ട് നിസ്കാരം ഒഴിവായി പോവുക. പള്ളിയിലുള്ള ക്യാമ്പ് നടത്തിയിട്ട് സംഘാടകർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. ഈ നിലക്ക് നമ്മൾക്ക് ഉണ്ടാകുക. ഇതൊന്നും നമ്മൾക്ക് ഉണ്ടാകരുത്. ഒരു സമയത്തും നിസ്കാരം അള്ളാഹുവിൻ്റെ റസൂലിക്കല്ലേ മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് പള്ളിയിലേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ ഫളൽ ഇബ്നു അബ്ബാസിൻ്റെയും അലി റളിയല്ലാഹു അൻഹു തോളിലിങ്ങനെ കൈവച്ചിട്ട്, എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, കാൽ മണലിലൂടെ വരച്ചിട്ടാണ് പള്ളിക്ക് പോയത്. എന്തിനാ വരക്കുന്നത്? തൂങ്ങിക്കിടക്കുക. അങ്ങനെ എടുത്ത് കൊണ്ടുപോയി. നമുക്കോ കാലിൻ്റെ നഖം പൊട്ടണ്ടോ, ഒന്നും പൊട്ടിപ്പുണ്ടോയെന്ന് ഡൗട്ട് വന്നു, നമ്മൾ ഖലാസ് കഴിഞ്ഞു, അല്ലേ? തലവേദന ഇല്ല, ഒന്നും പോകില്ല. എന്ത് അസുഖം വന്നാലും കമ്പനിക്ക് നമ്മളെത്തും. എന്തിനാ? അതടുത്തും. നാട്ടിൽ നിന്ന് കുടുംബമൊന്നും നമുക്ക് വേണ്ട. വ്യാഴാഴ്ച ഇവിടെ വന്ന് ഒപ്പിടും. എന്തിനാണ് വ്യാഴാഴ്ച ഒപ്പിടുന്നത്? വെള്ളി ശനി ലീവ് കിട്ടും, അപ്പോൾ പിന്നെ റെസ്റ്റ് എടുക്കുക. ഞായറാഴ്ച 3 ദിവസം സാലറി കിട്ടും. എല്ലാം നമ്മളെന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. പള്ളിക്കോ ഇല്ല, നിസ്കാരത്തിനോ നമ്മളില്ല. ഇത് നമ്മളെ അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയല്ല നിസ്കാരത്തെ കാണേണ്ടത്. ഇതിൽ വന്നത് ഇതൊരു വസീയത്തായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞൊരു വസീയത്തായിട്ട് പറഞ്ഞതുപോലെ കാഫിറും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം ഇല്ലാതെ ഈ ഖുർആൻ പഠിച്ചിട്ടോ ഖുർആൻ ക്ലാസ് കേട്ടിട്ടോ നിങ്ങൾ എവിടെ പോയിട്ടോ ഒരു കാര്യവും ഇല്ല. നിസ്കാരം ശരിയാക്കുക. ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുക, പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പറഞ്ഞേക്കുക. ആ നിലക്ക് തന്നെ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടയ്ക്ക് ഉത്തരം കിട്ടുന്ന നല്ല സമയം, അത് ചായ കുടിക്കുന്ന സമയമാക്കി നമ്മൾ മാറ്റാതിരിക്കുക. അങ്ങനെ വീട്ടിൽ ഓടി വരുന്ന ആൾക്കാർ ഭർത്താവിനെ ഇല്ല നിസ്കരിച്ചിട്ട് വന്നാൽ ചായ തരുമെന്ന് പറയുന്ന രീതിയിൽ പെണ്ണുങ്ങളും ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ പ്രാക്ടിക്കൽ നന്നാകുമ്പോൾ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഉപകാരം കിട്ടും. അല്ലാതെ ഞാൻ കുറേ പറഞ്ഞു പോയി, നിങ്ങൾ കുറേ പഠിച്ചും പോയി, പറഞ്ഞൊക്കെ ശരിയായിട്ടോ നിസ്കാരമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് പോകലില്ല. പഠിക്കുക, അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? പകർത്തുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹ് പറയുന്നു, ആ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹിനോട് നിങ്ങൾ സഹായം തേടിക്കോ. ഇന്നഹാ ലകബീറ, ഇത് വല്ലാത്ത ഒരു ഭാരം തന്നെയായിട്ട് മാറും, ഒരു ഭാരിച്ച കാര്യമായി മാറും. ഇല്ല അലൽ ഖാശഈൻ, ഭക്തർക്കല്ലാതെ. ഇതിനൊരു വ്യാഖ്യാനം ഉണ്ടെന്ന് വെച്ചാൽ ഈ നിസ്കാരം മുത്തഖികൾക്കല്ലെങ്കിൽ ഭക്തർക്കില്ലാതെ ബാക്കിയുള്ളവർക്ക് ഇത് വലിയൊരു ഭാര. മുസ്ലിങ്ങൾക്കോ നിസ്കാരം എന്താ ആകേണ്ടത്? അള്ളാഹു റസൂൽ നിസ്കാരത്തെ പറ്റി പറഞ്ഞത് ജുഇലത്ത് ഖുറത ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ എന്തിനാണ് നിശ്ചയിക്കപ്പെട്ടത്? നിസ്കാരത്തിൽ. റസൂലുള്ളാഹിക്ക് കൺകുളിർമയാണ്. എന്താ ബിലാലിനോട് ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി പറയലെന്താ? റസൂലുള്ളാ അരിഹ്നായ ബിലാൽ, ബിലാലെ റാഹത്തിന് വേണ്ടി ഞങ്ങളെ വിളിക്കൂ. നമ്മളതാ നമുക്ക് റാഹത്ത് കിട്ടാനാണോ നിസ്കാരം ഇപ്പോൾ തോന്നുന്നത്, അല്ലേ? റസൂലുള്ളാഹിക്ക് സ്ഥാപിക്കുന്നൊരു റാഹത്തിൻ്റെ കാര്യമാണ്. ഇതിൻ്റെ പ്രാധാന്യം ഇത്രമാത്രം മതി. എന്ത് വഹിയും ഇസ്ലാമിക ശരീഅത്ത് മുഴുവനും ജിബ്രീൽ ഭൂമിയിൽ വന്നിട്ടാണ് പഠിപ്പിച്ചത്. പക്ഷേ നിസ്കാരോ റസൂലുള്ളാഹിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ആകാശത്തേക്ക് കൊണ്ടുപോയി. അവിടുന്ന് സമ്മാനം കൊടുക്കുക, ഗിഫ്റ്റ് കൊടുത്തതായി മേറാജിന്. വല്ലാത്ത ഗിഫ്റ്റ് അല്ലേ? 50 നേരം കൊടുത്തു. മൂസാ നബീൻ്റെ അടുത്ത് കണ്ടുമുട്ടി, പറഞ്ഞു കഴിയൂല, 5 വട്ടം പോയി. എത്രയായി? 5ആയി. മൂസാ നബി പറഞ്ഞു ഇനിയും പോയോ? റസൂലുള്ളാഹി പറഞ്ഞു ഇനി എനിക്ക് പഠിച്ചവൻ്റെ അടുത്തേക്ക് പോകാൻ നാണാകുന്നു. അങ്ങനെ 5ഉം വാങ്ങി പോന്നതാ. ആ 5 ഗിഫ്റ്റായി മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന് പടച്ചോൻ മിഅ്റാജിന് കൊണ്ടുപോയിട്ട് ആകാശത്ത് വെച്ച് കൊടുത്തൊരു സമ്മാന നിസ്കാരം. അത്ര പ്രാധാന്യം ഉണ്ടതിന്, അല്ലേ? അത്ര ഗൗരവമുണ്ടത്. അത് മരിച്ച പോരലില്ല, സൽക്കാരപ്പോരലില്ല, നോമ്പുറപ്പോരലില്ല. അങ്ങനെ ആകരുത്. നമ്മൾ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്തോ? ചോദിച്ചോ, സുജൂദ് കിടന്ന് പ്രാർത്ഥിച്ചോ. അങ്ങനെയായിരുന്നു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരൊക്കെ നിസ്കരിക്കുമ്പോൾ ചട്ടിയിൽ എണ്ണ തിളക്കുമ്പോണ്ടാകുന്ന ശബ്ദങ്ങൾ പോലെ ഏങ്ങലടിച്ച് കരയായിരുന്നു, അല്ലേ? പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ് അതിന് ഏറ്റവും കഴിയുക. അതുകൊണ്ട് തഹജ്ജുദിന് നിങ്ങൾ നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അത് കഴിയും. ആരും കാണാത്തൊരു സമയമാണ്, ആരും അറിയാത്ത സമയമാണത്. പഠിച്ചവന് മുമ്പിൽ എൻ്റെ ആവലാദികളൊക്കെ എനിക്ക് പറയുകയും ചെയ്യുക. ഇല്ലാത്തവർക്കതൊരു ഭാര, മുനാഫിക്കിനതൊരു ഭാര. ഏറ്റവും മുനാഫിക്കിന് ഭാര ഏതാ നമുക്കറിയാലോ? ഇശാവും സുബഹിയും. വേറെ ഹദീസ് കാണാം, ഇശാവും അസറും. ഇത് 3 നമ്മൾ കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മുത്തക്കിയാണോ മുനാഫിക്കാണോ എന്ന് ശരിക്കും മനസ്സിലാവും, അല്ലേ? എന്ത് ന്യായം പറഞ്ഞാലും സുബൈക്കും ഇശായിനും അസറിനും എല്ലാവരും പോലെ ഉണ്ടാവും. സൗദി അറേബ്യ പ്രത്യേകിച്ച് ഉണ്ടായാലുണ്ട് ഈ സമയത്ത്, അല്ലേ? ഒന്നുമില്ല. നമ്മളെ മലയാളികൾക്ക് എപ്പോഴും, അല്ലേ? ബംഗാളിൻ്റെ നിസ്കാരം ശരിയില്ല, സൗദി നിസ്കാരം സിമാക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ട്, ബട്ടൺസ് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ തർക്കം. എവിടുന്ന തർക്കം? പള്ളിയിൽ ജമാഅത്ത് എടുക്കുമ്പോൾ റൂമിൽ നിന്നായി തർക്കം,
അല്ലേ? ഇതാ നമ്മളെ തർക്കം. നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തർക്കിക്കുന്നത്, പള്ളിക്ക് പോവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മാറുക. അള്ളാഹ് പറയുക അല്ലദീന അതായത് യളുന്നൂന അവർ വിചാരിക്കുന്നവരാണ് അന്നഹും മുലാഖു റബ്ബിഹിം തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന്. അന്നഹും തീർച്ചയായും അവർ ഇലൈഹി റാജിഊൻ ആ റബ്ബിങ്കിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ് എന്ന് വിചാരിക്കുന്നവർക്ക് മൊഴികെ ഇത് വമ്പിച്ചൊരു ഭാരമാണ്. പടച്ചോനെ കണ്ടുമുട്ടണം എന്ന് വിചാരിക്കുന്നവർക്ക് നിസ്കാരം എന്തോ ഭാരമാണോ? എനിക്ക് സന്തോഷമാണ്. അള്ളാനെ കാണാലോ, അല്ലേ? സുഖമായിട്ട് കാണാലോ. ആദ്യം കർമ്മം ചോദിക്കും എന്താണ്? നിസ്കാരം കഴിച്ചലായാലോ? പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. എല്ലാം രക്ഷപ്പെട്ടു. നിസ്കാരം പോയാലോ? വഖദ് ഖാബ വഖസിറ നശിച്ചു ആ മനുഷ്യൻ. നിസ്കാരത്തിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം കൊണ്ട് വരും കർമ്മം ചോദിക്കുമ്പോൾ, അതോടുകൂടി പോയി, അല്ലേ? പിന്നെ ഓനിക്ക് ഒരു രക്ഷയുണ്ടാവില്ല. അതാണ് ഈ നിസ്കാരം. പഠിച്ചവനെ കണ്ടുമുട്ടണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് സന്തോഷമാണ്. അൽഹംദുലില്ലാ, അത് കഴിഞ്ഞു. ഞാൻ എന്നോടും ചോദിക്കാതെ നിങ്ങളോടും ചോദിച്ചാൽ മതി. നമ്മൾ ഇന്ന് ഇശാ നിസ്കാരം വരെ കുറേ നിസ്കരിച്ചിട്ടുണ്ടാകും, കുറേ നിസ്കരിച്ചു. ഏതെങ്കിലും ഒരു നിസ്കാരം പഠിച്ചവനക്കും വേണ്ടി മാത്രം ഉറപ്പായിട്ടും പഠിച്ചവൻ സ്വീകരിക്കും എന്ന നിലക്ക് ഇല്ലെങ്കിൽ നമ്മളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, അല്ലേ? നമ്മൾ ആയത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എല്ലാ സ്വഭാവത്തിൽ നിന്നൊക്കെ ഇത് മാറ്റി നിർത്തും. 5 നേരം കുളിച്ചാൽ അഴുക്ക് പോകുന്നത് പോലെ നമ്മളെ എല്ലാ അഴുക്കും പോകും ഈ നിസ്കാരത്തോടെ. എന്താ കഴിയാത്ത? നിസ്കാരം ശരിയാകാത്തത് കൊണ്ടാണ്. അതുപോലെ പഠിച്ചവൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിച്ചെല്ലേണ്ടവരാണ് എന്ന ബോധമുള്ള ആളുകൾക്കും എന്ത് ചെയ്യും? കഴിയും. ഈ നിസ്കാരമാണ് എന്ത് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾക്ക് സഹായത്തിനുണ്ടാകും. അതുകൊണ്ടാണ് ജൂതന്മാരോട് അല്ലാഹ് എന്ത് പറഞ്ഞത്? നിങ്ങൾക്കിതൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ നിസ്കാരം കൊണ്ട് പഠിച്ചവനിലേക്ക് അടുത്തോ. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഏതുണ്ടാവും? നിസ്കാരം ഉണ്ടാവും. കാരണം മനുഷ്യർക്ക് ഒരുപാട് പൂതി ഉണ്ടാവും. ആ പൂതിയുള്ള നേരത്തൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് ടൈം ടു ടൈം നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അവനിക്ക് എന്തിനെ നേരിടാനുള്ള എന്തുണ്ടാവും? കെൽപ്പുണ്ടാവും. അതാണ് നിസ്കാരത്തിൻ്റെ ഗുണം. ഇനി അല്ലാഹ് പറയുക, യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ മക്കളെ, ഉദ്കുറു നിങ്ങൾ ഓർക്കണേ, നിഅമതിയല്ലതി അൻഅംതു അലൈക്കും. മുമ്പ് വന്നത് അസീമായത്തില്ലേ? ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളൊക്കെ നിങ്ങൾ ഓർക്കണേ. വ അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ, ഞാൻ നിങ്ങളെ ലോകരേക്കാൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. ലോകത്ത് ശ്രേഷ്ഠത നൽകപ്പെട്ടൊരു വിഭാഗമാണ് ആര്? ഇസ്രായേലർ. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ ജൂതരാണെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതേത് സമുദായമാണ്? കുന്തും ഖൈറ ഉമ്മ. ഏത് റസൂലുള്ളാഹിന്റെ സമുദായത്തെ പറ്റി പറഞ്ഞത്? റസൂലുള്ളാഹി നമ്മൾ ഈ സമുദായമാണ് എന്ത്? ഖൈറായ ഉമ്മത്ത്. ജൂതർക്ക് എന്താ കിട്ടിയത്? ലോകരേക്കാൾ അവരെ ശ്രേഷ്ഠരാക്കി. ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് രാജാക്കന്മാരെ കൊടുത്തു, ഒരുപാട് അമ്പിയാക്കളെ കൊടുത്തു, ഒരുപാട് സുഖങ്ങൾ കൊടുത്തു. അങ്ങനെ മറ്റൊരു സമൂഹത്തിനും കൊടുക്കാത്ത നന്മകൾ അള്ളാഹ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇസ്രായേലർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഓർക്കണേ, ഓർത്ത് പോകാൻ വേണ്ടിയിട്ടല്ല, അല്ലേ? എന്തിനാ? ഇതൊക്കെ ഓർത്താൽ നിങ്ങളാണ് ആദ്യം മദീനയിൽ നിന്നൊക്കെ ആരിൽ വിശ്വസിക്കേണ്ടത്? നബിയിൽ വിശ്വസിക്കണം. നമ്മൾ പറയൂലേ, ഇജ്ജെങ്ങനെയാണ് അപ്പുറത്തായത്, ഇജ്ജെങ്ങനെയാണ് എന്നോട് ഇങ്ങനെ എതിർക്കുക, എൻ്റെ അതൊക്കെ ചെയ്തു പോയതല്ലടാ എന്ന് നമ്മൾ പറയൂലേ? അതാ നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട്. അതുപോലെ അള്ളാഹ് ചോദിക്കുക, എല്ലാ ജൂത, എല്ലാ യഹൂദികളെ, എല്ലാ ഇസ്രായേലരെ, നിങ്ങളെങ്ങനെയാണ് ഈ റസൂലുള്ളാഹിനോട് നന്ദി കേട് കാണിക്കുക? നിങ്ങളെ തൗറാത്തിൽ ഇത് പച്ചയായ സത്യമായിട്ട് എഴുതി വെക്കപ്പെട്ടതാ. നിങ്ങൾക്ക് ഈ സത്യം അറിയുന്നവരാ, നിങ്ങൾ ഈ നിഅമത്ത് അനുഭവിച്ചവരാ. പിന്നെ എന്തിന് നിങ്ങൾ ഈ റസൂലുള്ളാഹിനെ ഉപദ്രവിക്കുന്ന ആളുകളായിട്ട് മാറുന്നു? നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്തുകൂടി എന്നുള്ള ചോദിക്കുക. എന്നിട്ട് അള്ളാഹ് പറയുക, വത്തഖു, നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ, ഒരു ദിവസം, ലാ തജ്സി, അന്ന് ഉപകരിക്കൂല, ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാൾക്കും എന്ത് ചെയ്യൂല? ഒരു ഉപകാരം ചെയ്യൂല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, ഒരാളിൽ നിന്ന് ഒരു ശുപാർശയും പഠിച്ചോൻ സ്വീകരിക്കൂല. വലാ യുഖദു മിൻഹാ അദിൽ, ഒരു പ്രായശ്ചിത്തം, ഒരു കപ്പോ അള്ളാൻ്റെ അടുത്ത് എന്ത് ചെയ്യൂല? ഇത് കൊടുത്താൽ ഉണ്ട് രക്ഷപ്പെടും, അങ്ങനത്തെ ഒന്നും അള്ളാൻ്റെ അടുത്തില്ല. വലാഹും യുൻസറൂൻ, ഒരാളും അന്ന് എന്ത് ചെയ്യൂല? സഹായിക്കപ്പെടൂല. അങ്ങനത്തെ ഒരു ദിവസത്തെ വത്തഖൂ, നിങ്ങൾ എന്ത് ചെയ്യണേ? സൂക്ഷിക്കണം. ജൂതനോട് പറഞ്ഞതാ. ഒരുപാട് നിയമത്ത് നിങ്ങൾക്ക് കിട്ടി, അല്ലേ? ഇനി നിങ്ങളത് സൂക്ഷിച്ചോ. നമ്മൾ അവരോടൊപ്പം തന്നെ ഗൗരവത്തിൽ നമ്മളെപ്പറ്റി മനസ്സിലാക്കിക്കോ. അള്ളാഹു ഈ ജൂതനോട് ഒരുപാട് നിയമത്തൊക്കെ പറ്റി പറഞ്ഞതുപോലെ
അബൂബക്കറെ, മുഹമ്മദേ, അഹമ്മദേ, അല്ലേ നമ്മളോടൊക്കെ പറയാ, നിങ്ങൾക്ക് പഠിച്ചോ ചെയ്ത് തന്ന നിയമത്തെല്ലാം നിങ്ങൾ ഓർത്തോ, എല്ലാം നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് തന്നു. പക്ഷെ എന്നിട്ട് അള്ളാഹ് പറയുക, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, ആ ദിവസം ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യൂല. ദുനിയാവിൽ നമ്മൾക്ക് കൂട്ടുകാരനായിട്ട് നമ്മുടെ പണം, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്ട് ഒക്കെ ഉണ്ട് നമുക്ക്. ഇവർ പണത്തിന് വേണ്ടിയിട്ട് ചെയ്ത തോന്നിയാസങ്ങൾ, കൂട്ടുകാർക്ക് വേണ്ടി ചെയ്ത തോന്നിയാസങ്ങൾ, നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത തോന്നിയാസങ്ങൾ, എല്ലാം നമുക്കുണ്ട്. പക്ഷെ പരലോകത്ത് ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അല്ലേ? ഒരാളും നമുക്ക് വേണ്ടി സാക്ഷി പറഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യൂല? സ്വീകരിക്കുകയില്ല. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, പടച്ചോൻ്റെ സമ്മതമില്ലാതെ. നിങ്ങൾ ദുനിയാവ് കാണയില്ലേ, ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പാടും, അശഫാഅത്തു ഹബിലേന എന്നൊക്കെ പറയും, ഇങ്ങനെ പാട്ട് പാടും എന്നല്ലേ. അതുപോലെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഖബറിൽ ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ സിൽസിൽ എഴുതി വെക്കൽ, കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറകൾ മുമ്പ് ചെയ്തിരുന്നു അത്. ഏത് പാപി മരിച്ചാലും ഒരു കുപ്പീൻ്റെ അകത്ത് സിൽസിൽ എഴുതി വെക്കും. എന്താ, ഇയാൾ മുതൽ മൊയ്തീൻ ഷെയ്ഖ് വരെയുള്ള പരമ്പര ഇങ്ങനെ എഴുതി വെക്കും. എന്തിനാണത്? മുൻകർ നക്കീർ ചോദ്യത്തിന് വരുമ്പോൾ ഇത് മൊയ്തീൻ ഷെയ്ഖിൻ്റെ ആളാ, ഇപ്പോൾ റക്കമനിൻ്റെ ആളാരാണ് ഇപ്പുറത്ത്? മൊയ്തീൻ ഷെയ്ഖ്. രക്ഷപ്പെടും പരലോകത്ത്, അല്ലേ? പരലോകത്ത് രക്ഷപ്പെടാൻ മൊയ്തീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കും, അല്ലേ? ആ നിലക്ക് അള്ളാഹിനോട് വരെ ചില ആൾക്കാർ റസൂലുള്ളാഹിൻ്റെ ശഫായത്ത് കിട്ടണേ, അള്ളാഹിൻ്റെ റസൂലുള്ളാഹിനോട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, റസൂലെ നിങ്ങളെ ശഫായത്ത് എനിക്ക് തരണേന്ന്. അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ നിങ്ങളുടെ ശഫായത്ത് കിട്ടാൻ എന്താണ് വേണ്ടത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽബിൽ അടിയുറച്ച് നിഷ്കളങ്കമായിട്ട് പറഞ്ഞാൽ ഓനിക്ക് എൻ്റെ ശഫായത്ത് കിട്ടുക. റസൂലുള്ളാഹിൻ്റെ ശഫായത്ത് കിട്ടുക ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹിനോട്. ഇത് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ആ ശിർക്ക് വന്നോ എനിക്കത് പോയി, അല്ലേ? നിസ്കാരത്തിൻ്റെ ബാങ്കിൻ്റെ ശേഷം റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന പ്രാർത്ഥന ചൊല്ലുക, അല്ലേ? അവനിക്കാണ് ഹല്ലത്തു ലഹു ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് ആർക്കാണ് ഉണ്ടാകുന്നത്? അവനാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഈ നിലക്ക് പടച്ചോൻ്റെ പരലോകത്ത് ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ പറ്റൂല. എത്ര സൂറത്ത് നമ്മൾ പഠിച്ചു? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, പണമോ മക്കളോ രക്ഷിക്കാനുണ്ടാകും. ഇവിടെ അതാ ഉണ്ടാകുക, പണമോ മക്കളോ രക്ഷിക്കാനുണ്ടാകും, കുടുംബം ഉണ്ടാകും. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെടണോ പരലോകത്ത് സലീമായ കൽബുമായിട്ട്. ഇവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റും, ഭർത്താവിന് ഭാര്യനെ പറ്റും, ഉമ്മക്ക് മക്കളെ, മക്കൾക്ക് മാതാപിതാക്കളെ. പരലോകത്തോ എല്ലാവരും പരസ്പരം പറയും, എല്ലാവരെയും നരകത്തിലാക്കിക്കോ, പകരം എന്നെ മാത്രം പഠിച്ചോ എങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോ? സ്വർഗത്തിലാക്കിക്കോ. ഒരു പ്രായശ്ചിത്വം അവിടെ സ്വീകരിക്കൂല. ദുനിയാവിൽ നമുക്ക് പലതും കൊടുത്ത് രക്ഷപ്പെടാം, പരലോകത്തൊന്നുമില്ല, അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, കടുകോളം നന്മ ചെയ്താൽ കാണും, അത്ര തന്നെ തിന്മ ചെയ്താൽ അതും എന്തു ചെയ്യും? കാണും. ഒന്നും ചുരുക്കൂല. കണ്ണിൻ്റെ മുമ്പിൽ നരകം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഇന്നും അത് കത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നരകത്തേക്ക് അങ്ങോട്ട് പോകണ്ട, നരകം ഇങ്ങോട്ട് വന്ന് പിടിക്കും, അല്ലേ? ചങ്ങലകളിൽ ബന്ധിച്ചിട്ട്, അല്ലേ? ഫി അമദി മുമദ്ദദ, നീട്ടിയിട്ട തൂണുകളിൽ കെട്ടി ബന്ധിച്ച് പിന്നെ അടച്ചു മൂടപ്പെട്ട ആ തീ. ആ തീയുടെ പ്രത്യേകത എന്താ? അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ, അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ, കൽബുകളുടെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യും? എത്തി നോക്കുക തീ. അത്ര ഗൗരവമുള്ള തീ, ഭയാനകമായ തീ. ആ തീ അവിടുന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഒരു കാരക്കയോടെ ചീന്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ? രക്ഷപ്പെട്ടോ. ആ പരലോകത്ത് രക്ഷപ്പെട്ടോ. അത്ര ഉപകരിക്കാത്ത പരലോകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും നമുക്ക് ആശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. 7 വിഭാഗം ആളുകൾ പരലോകത്തൊരാളും ഒരാൾക്ക് ഉപകാരപ്പെടാത്ത, സൂര്യൻ്റെ നേരെ ചോടെ നിൽക്കുമ്പോൾ ആർക്കും ആരെ രക്ഷിക്കാൻ കഴിയാത്ത ആ ദിവസം പോലും പടച്ചോൻ തണൽ നൽകുന്ന, ആദരിക്കുന്ന കുറേ VIP-കളുണ്ട്. അതിലൊന്നാരാ? അല്ലേ? 7 ആളുകളെ പറ്റി പറയുന്നു. ഏതെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്നാടൊക്കെ ശരിയായിക്കോളൂ. ഖൽബും മുഅല്ലഖും ബിൽ മസാജിദ്, അല്ലേ? പടച്ചോൻ്റെ പള്ളിയായിട്ട് അടുത്ത കെട്ടിയിട്ട ഒരാളുണ്ട്, ഒരു മനുഷ്യനുണ്ട്. പിന്നെയോ വലത് കൈ കൊടുത്തത് ഇടത്തേ കൈ അറിയാത്തവരുണ്ട്, അല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചവരും അള്ളാഹ്ക്ക് വേണ്ടി പിരിഞ്ഞവരും ഉണ്ട്, അല്ലേ? ഇങ്ങനത്തെ അള്ളാഹു റസൂൽ കുറേ കാര്യങ്ങൾ വേറെയും ഹദീസുകളിൽ വേറെ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ട പരലോകത്ത് രക്ഷപ്പെടണം. ഇതാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദുനിയാവ് നമ്മൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഇവിടെ ആസ്വദിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും, പടച്ചോൻ്റെ ആഖിറ നമ്മൾക്ക് എന്തായി പോകരുത്? നഷ്ടപ്പെട്ടു പോകരുത്. അത് നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതിനാകണം ഇന്നത്തെ ക്ലാസ് ഉപകരിക്കേണ്ടത്. എല്ലാവരോടും
ഞാൻ ഈ തഫ്സീർ പൂട്ടി വെക്കുകയാണ്. എന്നാലും പറയാണ്, മനുഷ്യരാണ്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറയാണ്, കഴിഞ്ഞ ഭാഗം എടുക്കുമ്പോഴും നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ, സക്കാത്ത് കൊടുക്കണേ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യണേ എന്ന് പറഞ്ഞതും ഇന്നത്തെ നിസ്കാരത്തിൻ്റെ ഭാഗവും വളരെ ഗൗരവമായിട്ട് നമ്മളത് കാണണേ. നിസ്കാരം ശരിയല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും പഠിച്ചേണ്ടതൊരു കാര്യവുമില്ല. അത് ശരിയാക്കുക. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. അവരാണ് പഠിച്ചവൻ്റെ ഹൈറുണ്ടാകുക, അവരാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർ. അല്ലാതെ ഞാൻ നന്മ ചെയ്യുന്നില്ല, എന്നോട് അബദ്ധം ചെയ്തു പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല എന്ത് ഹൈറ് നമ്മളുണ്ടാകുക. മൂന്നാമത്, ഈ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സമയത്ത് ചിന്തിക്കണം, ഞാനിതൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ നന്നാകണ്ടേ, ഞാൻ ശ്രദ്ധിക്കണ്ടേ, നന്മ കൂട്ടുക, തിന്മ കുറക്കുക. അപ്പോൾ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടാകും. പഠിച്ചോ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.